ഞാൻ പറഞ്ഞില്ല അത്. I'm Sona Shahjahan. Welcome back to my channel. Ashika work from home എടുക്കുന്ന സമയം. അഷ്കാന്റെ താടിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. താടി ഇങ്ങനെ ഇരിക്കുക. ആക്ടിങ് ആണ് അല്ലേ? നമ്മള് പ്ലാൻ ചെയ്ത് പറയുന്ന പോലെ അല്ലല്ലോ. പറഞ്ഞാ മതി. പുറത്തു പോയാലോ? ഞാൻ പറഞ്ഞില്ല അത്. എന്നിട്ട് പറ. ഹേ ഓൾവേസ് യൂസ് ടു ആസ്ക് മീ പുറത്തു പോവാം. അങ്ങനെ ഇന്നും എന്നോട് ചോദിച്ചു പുറത്തു പോവാം. അപ്പോൾ പിന്നെ എന്ത് നോക്കാനാ, ബാ റെഡി ആവാം. അങ്ങനെ റെഡി ആവാൻ ചെന്നപ്പോഴാണ് റിയലൈസിങ് ദാറ്റ് എൻ്റെ തല മൊട്ടത്തലായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു യൂഷ്വലി ഇപ്പോൾ ഉള്ള എല്ലാ ന്യൂ മോംസും ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ മുടി ഒഴിച്ചിൽ. എന്തൊക്കെ നമ്മൾ ചെയ്താലും എത്രയൊക്കെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാലും പോകാനുള്ളതൊക്കെ അതിൻ്റെ പാട്ടിന് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഇനി അത് പറഞ്ഞാൽ നെഗറ്റീവ് അടിക്കുന്നില്ല. ലെറ്റ് ഇറ്റ് ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. കേട്ടിട്ടില്ലേ, എല്ലാ കാര്യത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. ഇങ്ങനെ വിചാരിച്ചാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനായി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പുറത്ത് പോകുന്ന കാര്യത്തെ പറ്റിയിട്ട്. പണ്ടൊക്കെ എന്നോട് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ പറയണമായിരുന്നു, കാരണം എനിക്ക് അത്രയും സമയം വേണമായിരുന്നു റെഡി ആവാനായിട്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്നാണ്. ഷെടപടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ തീർക്കും. ഈ ഒരു സ്പീഡ് ഇൻ ആക്ഷൻ എൻ്റെ ലൈഫിലേക്ക് വന്നത് ശരിക്കും സ്വിച്ച് വന്നതിന് ശേഷമാണ്. അവൻ എന്നെ എപ്പോൾ വേണമെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് അവൈലബിൾ ആവാൻ പറ്റണം, അത്രയേ ഉള്ളൂ. നോക്കിയാ ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ? എന്നാ ബ്ലൂ ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലൂ ഇടാം. സൺസ്ക്രീൻ ചേർന്നു. അങ്ങനെ ഒരു മിനിമൽ സെറ്റപ്പിൽ കുറച്ച് മോയ്സ്ചറൈസർ, കുറച്ച് സൺസ്ക്രീന്, കുറച്ച് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ റെഡിയായി. മുന്നേ ആണേലും ഇപ്പോഴാണേലും പുറത്ത് പോകാന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാവും. എവിടെയാണെന്ന് പോലും ചോദിക്കാറില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ലെന്നേ. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക കുറച്ച് ഫ്രീ ആയിട്ട് ലൂസായിട്ട് കിടക്കുന്ന ടൈപ്പ് ഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ മേടിക്കുമ്പോഴും ഒരു പ്ലസ് സൈസിൽ തന്നെയാണ് മേടിക്കുക. മാത്രമല്ല ഞാൻ പലപ്പോഴും ജെൻ സ്റ്റോറിൽ നിന്ന് മേടിക്കാറുണ്ട്. അങ്ങനെ മേടിച്ചൊരു ഷർട്ടാണിത്. ഇനി നമുക്ക് സേച്ചുൻ്റെ റെഡിയാക്കണം. സേച്ചുൻ്റെ അബ്ബാനെ റെഡിയാക്കണം. ശരിക്കും നമ്മള് ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. എവിടെ പോവാ, എന്താ ചെയ്യാ, ഒന്നുമില്ല പ്ലാനില്ല. ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ മുമ്പ് ചോദിച്ചാൽ എവിടെ പോവാണെന്ന്. ജസ്റ്റ് പുറത്തോട്ട് വരാന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, വെറുതെ ഇറങ്ങിയേക്കാം. അപ്പൊ നമ്മൾ എങ്ങോട്ടാ അശോക പോകുന്നേ? എവിടെ പോവാ? ചിലപ്പോ 6 മണിയായില്ലേ? ശരിക്കും അവിടെ എത്ര മണി തൊട്ടാ സ്റ്റാർട്ട് ചെയ്യാ? 4:30 തൊട്ട്. 4:30 തൊട്ട് ബഷീർ ഖാന്റെ ചായക്കട സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇപ്പൊ 6 മണിയായി, നമുക്ക് ചായ കിട്ടും. പക്ഷെ സ്നാക്സ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കുറവാണ്. കാരണം ഇത്ര സമയമല്ലേ. എന്തായാലും പോയി നോക്കാം. പക്ഷേ ഈ ഇക്കാന്റെ ചായക്കട എന്ന് പറഞ്ഞത് കുമ്മങ്കല്ലാണ് കേട്ടോ. നമ്മൾ തൊടുപുഴയാണ് നമ്മുടെ ലൊക്കേഷൻ. കുമ്മങ്കല്ലാണ് ബഷീർ ഖാന്റെ ചായക്കട ഉള്ളത്. ഇവിടെ കുറച്ച് നൊസ്റ്റം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത്, അതായത് 21-23 ഞാൻ എൻ്റെ PG ചെയ്യുന്നത്. അപ്പോൾ PG ചെയ്യുന്ന ടൈമിൽ അർഷക വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ദിവസങ്ങളിൽ എന്നെ പിക്ക് ചെയ്യാൻ വരും. എന്നെ പിക്ക് ചെയ്യാൻ വന്നു കഴിയുമ്പോൾ, അപ്പോൾ ഞാൻ ഇലാഹിയിലാണ് കേട്ടോ പഠിച്ചത്. എന്നെ പിക്ക് ചെയ്യാൻ വരുന്നിട്ട് ഞങ്ങൾ നേരെ പോകുന്ന സ്ഥലമാണ് ഈ ബഷീർ ഖാന്റെ ചായക്കട. അടിപൊളി പഴംപൊരി, ഒരു രക്ഷയില്ലാത്ത പഴംപൊരിയാണ്. അപ്പം നമ്മൾ എപ്പോഴും അവിടെ പോയിട്ട് തന്നെ ചായ കുടിക്കുക. അതിനുശേഷം ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യാൻ പോയ സമയത്താണെങ്കിലും ഞങ്ങൾ വീക്കെൻഡിൽ ഇങ്ങോട്ട് വരും. വീക്കെൻഡിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഉറപ്പായിട്ടും ഇക്കാൻ്റെ അടുത്ത് പോയി ചായ കഴിക്കും, പഴംപൊരി കഴിക്കും. അപ്പം അങ്ങനെയുള്ളൊരു ചായക്കടയാണ്. പക്ഷെ നമുക്ക് സ്നാക്സ് കിട്ടുമോ എന്നറിയില്ല. എന്തായാലും വാ പോയി നോക്കാം. അപ്പോൾ ഇതാണ് മക്കളെ ബഷീർ ഖാൻ്റെ ചായക്കട. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പേരോ ബോർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.
അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കടികളെല്ലാം തീർന്നിട്ടുണ്ട്. എന്നാലും പേരിന് പോലും നമുക്കൊരു കടി കിട്ടിയില്ല. പഴംപൊരി മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഉള്ളിവട, പരിപ്പ് വട എല്ലാം അടിപൊളിയാണ്. സോ ഇനിയും ഈ കട അറിയില്ലാത്ത തൊടുപുഴക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് പ്ലേസ് യുവർ കമൻറ്റ്സ് ഇൻ ദി കമൻറ്റ് ബോക്സ്. ഇതിപ്പോൾ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ ഇറങ്ങിയൊരു ദിവസമല്ലായിരുന്നു. ഇപ്പോൾ വേറെ ഏതെങ്കിലും ദിവസം കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഐ വിൽ ഷോ യു ദി റെസ്റ്റ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയതായിരുന്നു. സോ നമ്മൾ കുറേ നാളായിട്ട് മീറ്റ് ചെയ്യാത്ത ഒരു ഫ്രണ്ടിനെയും കൂടി നമുക്ക് കോൾ ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ജസ്റ്റ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു, പോയി. പുറത്തേക്ക് നമ്മൾ അവരുടെ കൂടെ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. അവരുടെക്കും ചെറിയ കുഞ്ഞായിട്ട് ലൈക്ക് അവളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ നമുക്ക് അവരെ ജസ്റ്റ് വിളിച്ച് നോക്കാം, വരുന്നതെന്ന് ചോദിച്ചേക്കാം. നീ പ്ലാൻ പിടിക്കളയാ, നമുക്ക് സെറ്റാക്കാം. നീ വിളിക്കേ. ചായ കുടിക്കാന്നുള്ളത് ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ അല്ല അത് പക്ഷേ നമ്മുടെ ടീം എത്താൻ കുറച്ച് സമയം എടുക്കും. അവർ കാഞ്ഞിരപ്പള്ളി പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. മീനവാൽ നമുക്ക് അർഷക്കാനൊന്ന് സുന്ദരനാക്കാമെന്ന് വിചാരിച്ചു. നേരെ നമ്മൾ പോയത് തൊടുപുഴയിലെ എയർപോർട്ടിലോട്ടാണ് പോയത്. ഇത് രാഹുൽ ഭായ് ഒക്കെ ഫറൂഖ് ഫ്രം പഞ്ചാബ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 2-3 months ആയിട്ട് ഇദ്ദേഹമാണ് അർഷദ് ഖാൻ്റെ പേഴ്സണൽ ഗ്രൂമർ. ഇദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചിട്ടേ അർഷദ് പോകാറുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഒരു അൺപ്ലാൻഡ് ദിവസമായതുകൊണ്ട് ജസ്റ്റ് പോയി നോക്കാം എന്നുള്ളൊരു മൈൻഡായിരുന്നു. ചെന്നപ്പോൾ ആളുണ്ട്, അതുകൊണ്ട് കയറി. ഞങ്ങൾ ആക്ച്വലി അങ്ങനെ ബ്രൂട്ടീഷനൊന്നും ചെയ്യാറില്ല. കാരണവന്മാരായിട്ട് കുറച്ച് കോലമുണ്ട്, ഭംഗിയുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി താടികളായി വന്നതാണ്. സെറ്റായോ? സോ അർഷദ് ഒന്ന് മിന്നിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞുവെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്തെങ്കിലും. അപ്പോൾ ഞാനൊരു പ്ലാൻ ഇട്ടു, ഓക്കെ നമുക്ക് ഇന്നൊരു വീഡിയോ എടുക്കാൻ, ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ പുള്ളീൻ്റെ ആകെയുള്ളൊരു കൺസേൺ, പുള്ളീൻ്റെ മീശ, താടി ഇതൊന്നും ഷേപ്പല്ല, ഇതൊന്നും സെറ്റല്ല, ഇതൊക്കെയായിരുന്നു ആളുടെ മെയിൻ പ്രശ്നം. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് ശരിയാക്കാം. ഇപ്പം എന്തായാലും ഇത് റെഡിയാക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഇനി മൺഡേ നാളെ തൊട്ട് ഓഫീസിൽ പോകുമ്പോൾ വൃത്തിയായിട്ട് ഇരുന്നോട്ടെ, ഇനി വ്ളോഗിൽ കയറുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഷേപ്പ് ചെയ്യാനായിട്ട് കയറിയതായിരുന്നു. അപ്പോൾ കയറിയപ്പം സേജുവിനാണെങ്കിൽ നമ്മൾ കുറേ നാളായിരുന്നു സേജുവിൻ്റെ മുടിയൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞുണ്ടായി ഉടനെ നമ്മൾ 2 വട്ടം മുട്ടയടിച്ച, പിന്നെ അങ്ങ് വളർന്നു വന്നിട്ട് പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സേജുവിൻ്റെയും കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പിങ്ങിന് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ കിടക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. സോ നമ്മൾ തൊടുപുഴ സിൽക്ക് ഹാൻസിലാണ് വന്നേക്കുന്നത്. അപ്പം കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. സോ നമുക്കതൊക്കെ മേടിച്ചിട്ട് വരാം. നമ്മൾ നേരെ പോയത് 3rd ഫ്ലോറിലോട്ടാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടിയിരുന്നത് കുറച്ച് ടീഷർട്ട്സാണ്. 2-3 ടീഷർട്ട്സ് എടുക്കണമായിരുന്നു. പിന്നെ ഒരു ട്രാക്സ്, മുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളായിരുന്നു മേടിക്കേണ്ടായിരുന്നു. അതുമാത്രമല്ല നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറേ NRI ഓണം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഓൾറെഡി ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗോ വിസിറ്റ് ദി സ്റ്റോർ ടു നോ മോർ അബൌട്ട് അതർ ഓഫേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ്. ലൊക്കേഷൻ വരുന്നത് ഞാൻ KSRTC ജംഗ്ഷൻ തൊടുപുഴ. എന്നിട്ട് നമ്മളതാ ഒരു ട്രാക്സും എടുത്തിട്ടുണ്ട്, അതേപോലെ 3 ടീഷർട്ട്സും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കിഡ് സെക്ഷനും ആ ഫ്ലോറിൽ തന്നെയാണ്. എന്തായാലും വന്നില്ല, ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ ഒരു ക്യൂട്ട് ലാമ്പിനെ കിട്ടി. ഞാൻ അപ്പോൾ തന്നെ അതെടുത്തു. സോ മടുത്തു. നമ്മൾ ആക്ച്വലി ഒരു 2 ടീഷർട്ട് ഒരു മുണ്ടും എടുക്കാൻ വന്നായിരുന്നു. പക്ഷെ വന്ന് ഇത്രയും സാധനങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ, ബേബി. 10 days ആയിട്ടേ ഉള്ളൂ. സോ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കുറച്ച് ടോയ്സും ഡ്രസ്സൊക്കെ നോക്കിയത്. അങ്ങനെ നോക്കി സമയം പോയത് അറിഞ്ഞില്ല. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ട ആൾക്കാർ വന്നിട്ട് പോസ്റ്റാണ്. ലാസ്റ്റ് അവരെ വിളിച്ചിട്ട് നമുക്കൂടെയുള്ള ഫുഡ് ഓർഡർ ആക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയത്. ഏകദേശം ആ കട അടപ്പിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ആൻഡ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ മലബാർ ബാർബിക്യൂ. നമ്മളെ കാത്ത് നമ്മുടെ ടീം ഇരിപ്പുണ്ടായിരുന്നു. സോ മീറ്റ് അജ്മൽ, അഫീഫ, ഐഷു ആൻഡ് ഐദു. ഇവർ നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ്. ഫോണിൽ കൂടെ കുറച്ച് ലൈറ്റായിട്ടുള്ള ഫുഡിന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. എന്തായാലും വീഡിയോ എടുക്കല്ലേ, കുറച്ച് ഗുമ്മായിക്കോട്ടെ എന്ന് കരുതിയെന്ന്.
എന്ന് കരുതി ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ല, ഫുൾ അകത്താക്കിയിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ഇറ്റ്സ് നോട്ട് എ പ്ലേസ്, ഇറ്റ്സ് സം പീപ്പിൾ ഇൻ അവർ ലൈഫ് ദാറ്റ് മേക്ക് ഇറ്റ് മോർ അടിപൊളി. അങ്ങനെയുള്ളൊരു ഫാമിലിയാണ് ഇവർ. ഇടയ്ക്ക് ജസ്റ്റ് കറണ്ടൊക്കെ പോയി, എന്നാലും കുറേ നേരം വർത്താനം പറഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ച് മൊത്തത്തിൽ ഒന്ന് റിഫ്രഷായി. പിന്നെ അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇങ്ങ് പോകും. നമ്മൾ പ്ലാൻ ചെയ്ത് പറയുന്ന പോലെ അല്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞത് ഈവൻ ഇഫ് സോ മൊത്തം ഇതാക്കേണ്ട കുറച്ച്. സോ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി, ഫുഡും കഴിച്ചു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാ ഓക്കെ. ഹലോ. സോ ഗൈസ് വ്ലോഗ് ജിഞ്ചറാണോ